Hello everyone. On the previous class, what we had discussed about the new chapter, chapter 8, cell structure and function. In that, what we have discussed, the term cell. Cell എന്താണ് നമ്മൾ പഠിച്ചു. അതുപോലെ number of cells, അതിൽ multicellular ഉണ്ട്, unicellular organisms ഇതിനെ കുറിച്ച് പഠിച്ചു, shapes of cell പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് size of cell പഠിച്ചു അല്ലേ? Today we are going to discuss about the structure and function of the cell. You have learned that each living organism has many organs. You have studied in class 7 about the digestive organs which together constitute the digestive system. നമ്മളെല്ലാം പഠിച്ചു അല്ലേ? നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ പല ഓർഗൻസിനെ കുറിച്ച് നിങ്ങൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. Each organ in the system perform different function as the digestion, assimilation, absorption. അതിനകത്ത് എന്താണ് large intestine ഉണ്ട്, small intestines ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഭാഗങ്ങൾക്കും ഓരോ ഓർഗൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ് അവിടെ ഉണ്ട് അല്ലേ? Similarly, different organ has a platform of specific and specified function. Specialized function. അതിനൊക്കെ എന്താണ് ഓരോ ഓർഗനും അതിൻ്റെതായ സ്പെഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് ഹെൽപ്പ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ. റൂട്ട് പ്ലാന്റിനെ എടുക്കുന്ന സമയത്ത് റൂട്ട് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? വാട്ടറും മിനറൽസും നമ്മുടെ സോയിലുള്ളതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. എന്നാൽ ലീവ്സിന്റെ ഫംഗ്ഷൻ എന്താന്ന് നമ്മൾ പഠിച്ചു. എന്താ? സിന്തസിസ് ഓഫ് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ ഓരോ പാർട്ട് ഇപ്പൊ പ്ലാന്റ്സിൽ എടുക്കുകയാണെങ്കിൽ ഓരോ പാർട്സിനും അതിൻ്റെതായ ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് പോകുമ്പോൾ ഓരോ ഓർഗൻസിനും അതിൻ്റെതായ ഫംഗ്ഷൻ ഉണ്ട്. ഈച്ച് ഓർഗൻ ഈസ് ഫർദർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ parts called tissue. അപ്പൊ ഈ ഓർഗൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. ഒരു സെല്ലാണ് ഉണ്ടാവുന്നത്. ആ സെല്ലുകൾ കൂടി ചേരുമ്പോൾ ടിഷ്യൂ ആവുന്നു. ടിഷ്യൂസ് കൂടി ചേരുമ്പോൾ എന്താവുന്നു? ഓർഗൻ ആയി മാറുന്നു. A tissue is a group of similar cell performing a specific function. ഒരു ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഒരേ ആൾക്കാർ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ആൾക്കാർ കൂടി ചേരുമ്പോഴാണ് എന്താണ് അവിടെ ഒരു ഓർഗൻ ആയിട്ട് മാറുന്നത്. അപ്പൊ ആ ഓർഗനിലുള്ള എല്ലാ ടിഷ്യൂസും എന്താണ്? ഒരേ ഫങ്ഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പാർട്സ് ഓഫ് ദ സെൽസ് എന്ന് നമുക്ക് പരിചയപ്പെടാം. സെൽ മെംബ്രെയിൻ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ ആണ്. ബേസിക് കോമ്പോണന്റ് ഓഫ് ദ സെൽ ആർ സെൽ മെംബ്രെയിൻ. ബേസിക് കോമ്പോണന്റ് ഓഫ് എ സെൽ ആണ് സെൽ മെംബ്രെയിൻ. സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. എല്ലാ ഒരു ബേസിക് കോമ്പോണന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു സെല്ലിനകത്ത് എന്തൊക്കെയുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ദി സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന് പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട്. ഈ ഫിഗറിൽ നോക്കിക്കേ, ഒരു ഔട്ടർ ലെയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ആ ഔട്ടർ ലെയറിന്റെ ഉള്ളിൽ ഒരു ലെയർ ഉണ്ട്. അപ്പൊ ആ ഒരു ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ദ മെംബ്രെയിൻ സെപ്പറേറ്റ് സെൽ ഫ്രം വൺ അനദർ ആൻഡ് ഓൾസോ ഫോമിംഗ് സറൗണ്ടിങ് മീഡിയ. ഓരോ സെല്ലിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ സഹായിക്കുന്നു. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് പോറസ് ആൻഡ് അലൗ ദ മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ബോത്ത് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ്. ഈ പ്ലാസ്മ മെംബ്രെയിനിൽ എന്തുണ്ട്? ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ട്, പോസ് ഉണ്ട്. അത് എന്തിനു വേണ്ടി സഹായിക്കുന്നു? ഉള്ളിലേക്ക് എന്തോ എടുക്കുവാനും പുറത്തേക്ക് പോകുവാനും, ചില മെറ്റീരിയൽസ് ഒക്കെ ഉള്ളിൽ നിന്ന് വരാനും അത് ആ സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകുവാനൊക്കെ സഹായിക്കുന്നത് ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള പോസ് ആണ്. അപ്പൊ ഔട്ടർ മെംബ്രെയിൻ ആണ്, ഔട്ടർ ലെയർ, ഒരു സെല്ലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ടർ ലെയർ ആണ് എന്ത്? നമ്മുടെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മതിൽ കെട്ടുമല്ലോ, അതുപോലെയാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റി 8.3 നോക്കുക. In order to observe the basic component of a cell, take an onion ball, remove the dry pink covering. You can easily separate this from the fleshy white layer of the ball with the help of the forceps or even by your hand.
You can break the onion pulp and separate the outer thin layer. ഒരു ഉള്ളി എടുക്കുക, അതിന്റെ outer layer കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക? Small piece of thin onion peel and drop on the water on the glass slide. ഒരു ചെറിയൊരു പീസ് മാത്രം എടുത്ത് ഒരു ഗ്ലാസ് സ്ലൈഡിൽ വെക്കുക. The thin layer can be cut into smaller pieces with the help of the blade of forceps. നല്ല തിന്നായിട്ട് അതിന് കട്ട് ചെയ്തെടുക്കുക ബ്ലേഡ് ഒക്കെ വെച്ചിട്ട്. Add a few drop of methylene blue. Methylene blue എന്ന് പറയുന്ന നമ്മുടെ സൊല്യൂഷൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. കവർ സ്ലിപ്പ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫിഗർ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഒരു ഓണിയൻ പീൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഓണിയൻ പീൽ, the boundary of the onion cell in the cell membrane covered by the another thick covering called the cell wall. Okay, cell wall നമുക്ക് ആ ഒരു ലെയറിൽ കാണുവാൻ സാധിക്കും. അതിന്റെ നടുക്ക് എന്താ കാണുന്നത്? ഒരു വട്ടത്തിൽ എന്താ കാണുന്നത്? അതാണ് ന്യൂക്ലിയസ്. അതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗം. The central dense around round body in the center. Central dense round body in the center is called a nucleus. അതേപോലെ ഇതിന്റെ ഈ ന്യൂക്ലിയസിന്റെയും സെൽ വാളിന്റെയും നടുക്കൊരു സ്പേസ് ഉണ്ട് അല്ലെ? ഈ സ്പേസ് ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്പേസ് അതിന്റെ നമ്മൾ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ സെൽ മെംബ്രെയിൻ ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. അപ്പൊ എന്തൊക്കെയാ നമ്മൾ കണ്ടത്? സെൽ വാള് കണ്ടു, ന്യൂക്ലിയസ് കണ്ടു, പിന്നെന്താ കണ്ടത്? ഒരു റൗണ്ട് ആയിട്ടുള്ള ബോഡിയാണ് ന്യൂക്ലിയസ്. പിന്നെ ആ സെൽ വാളും ന്യൂക്ലിയസും തമ്മിലുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. അപ്പൊ എന്തൊക്കെയാണ്? സെൽ വാള്, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം. ഇനി നമുക്ക് നോക്കാം. You have learned earlier that the cell membrane gives shape to the cell. നമ്മളിപ്പോ പഠിച്ചു അല്ലെ? സെൽ മെംബ്രെയിൻ ആണ് ഒരു സെല്ലിന് ഷേപ്പ് കൊടുക്കുന്നതെന്ന്. In addition to cell membrane, there is an outer thick layer in the cell of the plants. പ്ലാന്റ്സിനകത്ത് ഈ സെൽ മെംബ്രെയിൻ മാത്രമല്ല അതിന് ചുറ്റും വേറൊരു ലെയറും കൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് സെൽ മെംബ്രെയിൻ കണ്ടോ? അതിന്റെ പുറത്ത് വേറൊരു ബൗണ്ടറിയും കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് സെൽ വാൾ. എന്താണ്? സെൽ വാൾ. മറ്റേത് സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ. ഔട്ടർ ലെയർ ആയിട്ട് ഒരു ലെയറും കൂടെ കാണുവാനുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽ വാൾ എന്ന് പറയുന്നത്. This additional layer surrounding the cell membrane is required by the plant for protection. ഇത് പ്ലാന്റ് സെൽസിലാണ് കാണപ്പെടുന്നത്. അത് പ്ലാന്റ് സെൽസിനെ ഒന്നും കൂടെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് കാണുന്ന ഒരു ലെയർ ആണ്. Plant cell need protection against variation in temperature, high wind speed, atmospheric moisture. പ്ലാന്റിന് അത് എന്തുകൊണ്ടാണുള്ളത്? നല്ല ടെമ്പറേച്ചറിൽ നിന്ന് അതിനെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല വിൻഡ് ഉണ്ടാവും, കാറ്റുണ്ടാവുന്ന പ്ലാന്റ് സെൽസ് ഒന്നും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി. അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ, അതേപോലെ അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചറിൽ നിന്ന് നല്ല പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതിന് പ്ലാന്റിന് സെൽ മെംബ്രെയിൻ മാത്രമല്ല ഉള്ളത്, ഇതും കൂടിയുണ്ട്. ഔട്ടർ ലെയർ ആയിട്ടുള്ള ഒരു സെൽ വാളും കൂടെ ഉണ്ട്. They are exposed to the variation because they cannot move. Okay. ഇനി ആക്ടിവിറ്റി 8.4ലേക്ക് പോവാം. ടേക്ക് എ ക്ലീൻ ടൂത്ത് പിക്ക്. ഒരു ടൂത്ത് പിക്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു മാസ്റ്റിക് എടുക്കുക. വിത്ത് ദ ടിപ്പ് ബ്രോക്കൺ. എന്നിട്ട് ബ്രോക്ക് ചെയ്യുക. അതിന്റെ മാസ്റ്റിക്കിന്റെ ആ ടിപ്പ് ഉണ്ടല്ലോ അത് ബ്രോക്ക് ചെയ്ത് കളയുക. ആ ഒരു കോൽ എടുക്കുക. സ്ക്രാപ്പ് ഇൻസൈഡ് ദ ചീക്ക് വിത്തൗട്ട് ഹേർട്ടിങ് ഇറ്റ്. നമ്മുടെ മൗത്ത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ചീക്കില്ലേ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് നമുക്കൊരു നിങ്ങൾ നാക്കുകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. അത് നമ്മൾ എടുക്കുക. ആഡ് എ ഡ്രോപ്പ് ഓഫ് അയഡിൻ ആൻഡ് പ്ലേസ് ദ കവർ സ്ലിപ്പ്. നമ്മൾ നേരത്തെ പോലെ സ്ലൈഡിലേക്ക് ആഡ് ചെയ്യുക. കവർ സ്ലിപ്പ് വെച്ചിട്ട് ആഡ് 1-2 ഡ്രോപ്പ് ഓഫ് മെത്തിലിൻ ബ്ലൂ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിനെ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിലേക്ക് നോക്കുക. You have noticed several cells in the scrapped material. നമുക്ക് ഒരുപാട് സെൽസ് കാണാൻ പറ്റും. You can identify the cell membrane. നമുക്ക് ആ ഔട്ടർ ലെയർ ശരിക്കും കാണാൻ പറ്റും സെൽ മെംബ്രെയിൻ. You can identify the cell membrane, the cytoplasm and nucleus. എന്തൊക്കെ കാണാൻ പറ്റും? സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണ് ഈ സെന്ററിലുള്ളത്. ആ രണ്ട് സ്പേസ് സെൽ വാളും സെൽ മെംബ്രെയിനും സൈറ്റോപ്ലാസവും തമ്മിലുള്ള ന്യൂക്ലിയസും തമ്മിലുള്ള ആ ഇടയിലുള്ള സ്പേസ് ആണ് എന്ത്? സൈറ്റോപ്ലാസം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തിൽ കാണാൻ പറ്റും? അനിമൽ സെല്ലായ നമ്മുടെ ചീക്കുന്ന എടുത്ത് കാണാൻ പറ്റും. എന്തുണ്ടാവില്ല?
ഒരു ഔട്ടർ ലെയർ ആയിട്ടുള്ള സെൽ വാള് നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഒറ്റ ലെയർ ആയിട്ടുള്ള ബൗണ്ടറി ഉണ്ടാവുള്ളൂ, 2 ലെയർ ബൗണ്ടറി ഉണ്ടാവുകയില്ല. അപ്പൊ സെൽ വാൾ ഈസ് ആബ്സെന്റ് ഇൻ അനിമൽ സെൽ. അനിമൽ സെൽസിൽ എന്താ ആബ്സെന്റ് ആണ്? സെൽ വാള് ആബ്സെന്റ് ആണ്. ഓക്കെ. ഈ സൈറ്റോപ്ലാസം എന്താ? ഇറ്റ് ഈസ് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് പ്രസന്റ് ബിറ്റ്വീൻ ദ സെൽ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയസ് അല്ലെ. വേരിയസ് അതർ കോമ്പോണന്റ് ഓഫ് ഓർഗനൽ ഓഫ് സെൽസ് ആർ പ്രസന്റ് ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ ന്യൂക്ലിയസ് മാത്രമല്ല, വേറെയും കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ദീസ് ആർ മൈറ്റോകോൺട്രിയ. കണ്ടോ നിങ്ങള്? മൈറ്റോകോൺട്രിയ കാണുന്നുണ്ടോ? ഇതാണ് മൈറ്റോകോൺട്രിയ. ഓക്കെ. ഗോൾജി ബോഡീസ്, അതിന്റെ പേരാണ് ഗോൾജി ബോഡീസ്. റൈബോസോംസ്, റൈബോസോംസ് അല്ലെങ്കിൽ ലൈസോസോംസ് ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ. ന്യൂക്ലിയസ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ന്യൂക്ലിയസിനെ കുറിച്ച്. മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ന്യൂക്ലിയസ് അല്ലെ. ആ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ബോഡി ഇൻസൈഡ് ദ സെൽ വാൾ, സെൽ വാളിന്റെ ഉള്ളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് കോമ്പോണന്റ് ഓഫ് ദി ലിവിംഗ് സെൽ. ഇറ്റ് ഈസ് ജനറലി സ്പെരിക്കൽ ആൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ സെന്റർ ഓഫ് ദ സെൽ. സെല്ലിന്റെ സെന്ററിലാണ് കാണുന്നത്. സ്പെരിക്കൽ ഇൻ ഷേപ്പ് ആണ്. ഇറ്റ് ക്യാൻ ബി സ്റ്റെയിൻഡ് ബൈ യൂസിങ് ഈസിലി ഹെൽപ്പ് ഓഫ് മൈക്രോസ്കോപ്പ്. നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ശരിക്കും ഈ ന്യൂക്ലിയസിനെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ന്യൂക്ലിയസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂക്ലിയസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ സൈറ്റോപ്ലാസം ബൈ എ മെംബ്രെയിൻ കോൾഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയസിനെ ഈ സൈറ്റോപ്ലാസത്തിന്റെ, അതായത് ന്യൂക്ലിയസിന്റെ ബൗണ്ടറി ആയിട്ട് എന്തുണ്ട്? ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ. This membrane is also porous and allow the movement of material between the cytoplasm inside the nucleus. ഈ ന്യൂക്ലിയസിന്റെ ചുറ്റുമുള്ള ഈ ബൗണ്ടറി എന്ത് ചെയ്യും? ഈ സൈറ്റോപ്ലാസത്തിനകത്തുള്ള സാധനങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് എടുക്കുകയും ഈ ന്യൂക്ലിയസിൽ എന്തെങ്കിലും ഉള്ള പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് പോകുവാനും സഹായിക്കും. ന്യൂക്ലിയർ മെംബ്രെയിൻ അതും പോഴ്സ് ഉള്ളത് തന്നെയാണ്. ഓക്കെ. സുഷിരങ്ങൾ ഉള്ളതാണ്. With a microscope of higher magnification, we can see the smallest spherical body in the nucleus. It is called a nucleolus. മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു സ്മോളസ്റ്റ് സ്പെരിക്കൽ ബോഡീസ് നമുക്ക് ഇതിനകത്ത് കാണാം. ഇങ്ങനെ ഒരു കയറ് പോലെ പിരിഞ്ഞിരിക്കുന്ന ഒരു സാധനം കാണുവാൻ സാധിക്കും. അതിന്റെ പേരാണ് ന്യൂക്ലിയോളസ്. In addition, nucleus contains thread-like substance called a chromosomes. Nucleolus ഉണ്ട്, spherical body, ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ബോൾസ് പോലത്തെ സാധനം, അതാണ് ന്യൂക്ലിയോളസ്. പിന്നെ ത്രെഡ് ലൈക്ക് സബ്സ്റ്റൻസ് കാണാൻ പറ്റും, അത് ക്രോമസോംസ് ആണ്. ക്രോമസോം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ. ദിസ് ക്രോമസോമിനകത്ത് ഉണ്ട് ക്യാരി ജീൻ ആൻഡ് ഹെൽപ്പ് ഇൻ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ട്രാൻസ്ഫർ ദ ക്യാരക്ടർ ഫ്രം വൺ പാരന്റ് ഓഫ് ദ ഓഫ്സ്പ്രിംഗ് ആൻഡ് ദ ക്രോമസോം ക്യാൻ ബി സീൻ ഓൺലി വെൻ ദ സെൽ വാൾ സെൽ ഡിവൈഡ്സ്. ഓക്കെ. അപ്പോ നമ്മുടെ ക്രോമസോം എവിടെയായിരിക്കുന്നത്? നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ അച്ഛന്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവമാണ് കിട്ടിയതെന്നൊക്കെ പറയാം. ഇതെങ്ങനെയാ കൈമാറുന്നത്? ജീനിലൂടെയാണ് കൈമാറുന്നത്. അപ്പൊ ഈ ജീൻ എവിടെയായിരിക്കുന്നത്? നമ്മുടെ ഒരു സെല്ലിനകത്ത് എന്ത് ചെയ്യണം? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ഒരു ബൗണ്ടറി ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിന്. ആ ബൗണ്ടറിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയോളസും ഉണ്ട്, ക്രോമസോംസും ഉണ്ട്. ഈ ന്യൂക്ലിയോളസിനകത്ത് ക്രോമസോംസ് എന്ന് പറയുന്നത് എന്താണ്? ത്രെഡ് ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഒരു നൂല് ചുറ്റി കിടക്കുന്ന പോലെ നമുക്ക് കാണാം. ആ നൂല് ചുറ്റി കിടക്കുന്ന സാധനത്തിനകത്ത് എന്തുണ്ട്? ജീൻ ഉണ്ട്. ഈ ജീൻ ആണ് നമ്മുടെ ട്രാൻസ്ഫർ ദ ക്യാരക്ടർ ഫ്രം പാരന്റ് ടു ദ ഓഫ്സ്പ്രിംഗ്. അതായത് കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സിലേക്ക് പാരന്റിന്റെ സ്വഭാവം കൊണ്ടുപോകുന്നത് ആരാണ്? ജീൻ ആണ്. ഓക്കെ. Nucleus, in addition to the role of inheritance, act the control center of the activity of the cell. അങ്ങനെ ക്യാരക്ടർ കൊണ്ടുപോവുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ എന്തും കൂടി ചെയ്യുന്നുണ്ട്? ആക്ട് ആസ് എ കൺട്രോൾ സെന്റർ ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് ദ സെൽ. ആ സെല്ലിന്റെ ആക്ടിവിറ്റി മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ന്യൂക്ലിയസ് ആണ്. The entire content of the living cell is known as protoplasm. ആ ഒരു ന്യൂക്ലിയസിന്റെ ആ മൊത്തമായിട്ടുള്ള ആ ഉള്ളിലുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ഇറ്റ് ഇൻക്ലൂഡ് ദ സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കൂടി ചേർന്നാൽ എന്തായി? പ്രോട്ടോപ്ലാസം ആയി. നമ്മുടെ സൈറ്റോപ്ലാസവും ഇല്ലേ, ആ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കൂടി ചേർന്ന സമയത്ത് എന്താവും? അത് പ്രോട്ടോപ്ലാസം ആയിട്ട് മാറും.
Protoplasm is called the living substance of the cell. ആ ഒരു സ്പേസിനെ നമ്മൾ എന്ത് പറയാം? ലിവിങ് സബ്സ്റ്റൻസ് ഓഫ് ദ സെൽ. ന്യൂക്ലിയസ് ഇരിക്കുന്ന ഭാഗവും ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ആ സൈറ്റോപ്ലാസത്തിനെ നമ്മൾ എന്താ പറയുന്നത്? പ്രോട്ടോപ്ലാസം. ഓക്കെ, ആ സ്പേസിനെ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നു. Protoplasm is also called the living substance of the cell. Nucleus of the bacteria cell is not well organized like the cell of the multicellular organism. There is no nuclear membrane. Bacteria cells in the nucleus are very important. Nuclear membrane illa. The cell having nuclear material without nuclear membrane are called a prokaryotic cell. And nuclear membrane illa cells in a prokaryotic cell. The organism with the kind of cells are called prokaryotes. അങ്ങനെ prokaryotic cell ഉള്ളവരെ ആ organismത്തിന് നമ്മൾ പറയുന്ന പേരാണ് prokaryotes. Pro means primitive, karyon means nucleus. Examples are bacteria, blue-green algae ഒക്കെ എന്താണ്? Prokaryote ആണ്. They having nuclear material ഉണ്ട്, but എന്തില്ല? Without a nuclear membrane ഇല്ല. The cell like onion cell, cheek cell having well-organized nucleus with a nuclear membrane. Onion cell, cheek cell ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അത് well-organized ചെയ്തിട്ടുള്ള ന്യൂക്ലിയസ്, നല്ലൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതേപോലെ അതിന് ചുറ്റും എന്തുണ്ട്? ന്യൂക്ലിയർ മെംബ്രെയിനും ഉണ്ട്. അങ്ങനെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളത് കൊണ്ട് അതിനെ യൂക്കാരിയോട്ടിക് സെൽ എന്നാണ് പറയാ. യൂക്കാരിയോട്ടിക് സെൽ. All organisms other than bacteria and blue-green algae are called eukaryotes. ബാക്ടീരിയയും blue-green algae ഒഴികെയുള്ള ബാക്കി എല്ലാ ഓർഗാനിസംസും എന്താണ്? യൂക്കാരിയോട്സ് ആണ്. EU means true, karyon means nucleus. Okay, അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊക്കാരിയോട്ടും യൂക്കാരിയോട്ടും എന്താന്ന് പഠിക്കണം കേട്ടോ. ഇനി while observing the onion cell under the microscope, did you notice a blank looking structure in the cytoplasm? It is called a vacuum. അതായത് സൈറ്റോപ്ലാസത്തിന് ഒരുപാട് സാധനങ്ങളുണ്ട്, എന്നാൽ ഒന്നുമില്ലാത്ത സ്പേസസ് ഉണ്ട്. ആ സ്പേസിനെ നമ്മൾ എന്താ പറയാ? വാക്യൂൾ എന്നാണ് പറയാ. It could be single and big as in the onion peel. Cheek cell have smaller vacuoles. Cheek cell ന് വളരെ ചെറിയ empty space ഉള്ളൂ. Empty space ആണ് ഈ vacuole. Large vacuoles are common in plants. Large ആയിട്ടുള്ള vacuoles കാണപ്പെടുന്നത് plant cell ആണ്. Vacuoles in animal cells are much smaller. Animal cells ലുള്ള vacuoles വളരെ ചെറുതും ആണ്. Okay. You might have noticed several small colored bodies in the cytoplasm of the cell of traditional leaf. They are scattered in the cytoplasm of the leaf cell. These are called plastids. ഇനി രണ്ട് കാര്യം കൂടെ പറയാനുണ്ട്. അതേപോലെ ട്രേഡ്സ്കാൻഷ്യാൻ ലീഫ് എന്ന് പറയുന്ന ലീഫ് ഉണ്ട്. അതിനകത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിനകത്ത് ഒരു ലീഫ് സെൽസ്, കുറച്ചും കൂടെ ഒരു ലീഫ് സെൽസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിന് പറയുന്ന പേരാണ് പ്ലാസ്റ്റിഡ്സ്. പിന്നെ they are of different color. Some of them contain green pigment called chlorophyll. അതിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലീഫിനെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിഡ്സിനെ കാണാൻ പറ്റും. അതിന് ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടാണ് കാണാൻ സാധിക്കുക. അതിന് ഗ്രീൻ പിഗ്മെന്റ് ഉള്ളതിനെ നമ്മൾ ക്ലോറോഫിൽ എന്നാണ് പറയാ. ഈ ക്ലോറോഫിൽ നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടാ? ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് സഹായിക്കും അല്ലെ. The green color plastids are called chloroplasts. They provide green color to the leaves. അതിലത് ഗ്രീൻ കളേർഡ് ഉള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അത് എന്തിനു വേണ്ടി സഹായിക്കുന്നു? ലീവ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നതിന് സഹായിക്കുന്നു. You may recall the chlorophyll in the chloroplast of is essential for photosynthesis. ഫോട്ടോസിന്തസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കമ്പാരിസൺ ഓഫ് പ്ലാന്റ് സെൽ ആൻഡ് അനിമൽ സെൽ. ഈ പ്ലാന്റ് സെൽസിലും അനിമൽ സെൽസിലും നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ലാസ്റ്റ് പേജിനകത്ത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സെൽ മെംബ്രെയിൻ ആർക്കുള്ളത്? പ്ലാന്റ് സെല്ലിന് പ്രസന്റ് ആണ് അല്ലെ. ഇതാണ് എ ആണ് പ്ലാന്റ് സെല്ല്. സെൽ ഒരു ലെയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് സെൽ മെംബ്രെയിൻ ആണ്. അത് പ്ലാന്റ് സെല്ലിനും പ്രസന്റ് ആണ്. പിന്നെ ആർക്കും പ്രസന്റ് ആണ്? നമ്മുടെ അനിമൽ സെല്ലിനും സെൽ മെംബ്രെയിൻ പ്രസന്റ് ആണ്. എന്നൊരു ഔട്ടറിൽ വീണ്ടും ഒരു ലെയർ കാണാം, സെൽ വാള്. അത് ആർക്ക് മാത്രമേ ഉള്ളൂ?
നമ്മുടെ പ്ലാന്റ് സെല്ലിന് മാത്രമേ ഉള്ളൂ, അനിമൽ സെല്ലിന് ഇല്ല. ഇനി അടുത്ത ന്യൂക്ലിയസോ, രണ്ടുപേർക്കും ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിനോ, ന്യൂക്ലിയർ മെംബ്രെയിൻ നിങ്ങൾ നോക്കിക്കേ, ന്യൂക്ലിയർ മെംബ്രെയിൻ നമ്മൾ എന്താ പറഞ്ഞത്, ന്യൂക്ലിയർ മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട് അല്ലെ. അതേപോലെ സൈറ്റോപ്ലാസം, സൈറ്റോപ്ലാസം എടുത്ത് നോക്കിക്കേ, സൈറ്റോപ്ലാസം പ്രസന്റ് ആണോ? യെസ്, സൈറ്റോപ്ലാസം പ്രസന്റ് ആണ്. രണ്ടുപേർക്കും സൈറ്റോപ്ലാസം പ്രസന്റ് ചെയ്യുന്ന ഈ വാക്യൂള് കണ്ടോ നിങ്ങള്, വലിയൊരു വാക്യൂൾ സ്പേസ് ആണ് ആർക്കുള്ളത്, നമ്മുടെ പ്ലാന്റ് സെൽസിനുള്ളത്. പക്ഷെ അനിമൽ സെൽസിന് അത് ഇല്ല. അതേപോലെ പ്ലാസ്റ്റിഡ്സും വാക്യൂൾസും, ഓക്കെ, അത് രണ്ടും പ്രസന്റ് ആണ്. പ്ലാസ്റ്റിഡ്സ് കാണപ്പെടുന്നത് ആർക്കാണ്, നമ്മുടെ പ്ലാന്റ് സെൽസിനാണ് ഉള്ളത്. അനിമൽ സെൽസിന് പ്ലാസ്റ്റിഡ്സ് ഇല്ല. അപ്പൊ ഈ ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ കമ്പാരിസൺ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ സെൽസിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്, സെൽ എന്താണ്, ഇത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, ഈസി ആയിട്ട് പഠിക്കാം. സെൽ മെംബ്രെയിൻ എന്താന്ന് പഠിച്ചു, ന്യൂക്ലിയസ് എന്താന്ന് പഠിച്ചു, അതേപോലെ സെൽ വാൾ എന്താന്ന് പഠിച്ചു. പ്ലാന്റ് സെല്ലിനാണ് സെൽ വാൾ ഉള്ളത് എന്ന് പഠിച്ചു, അനിമൽ സെല്ലിന് സെൽ വാൾ ഇല്ല എന്ന് പഠിച്ചു. അതേപോലെ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോളസ്, അതിനകത്ത് കാണപ്പെടുന്ന ക്രോമസോം, ക്രോമസോമിനകത്തുള്ള ജീനാണ് ക്യാരക്ടർ ചേഞ്ചിന് വേണ്ടിയിട്ടും, ക്യാരക്ടർ ക്യാരി ചെയ്തുകൊണ്ട്, ചേഞ്ച് അല്ല, ക്യാരക്ടറിനെ ഒരു ഇൻഹെറിറ്റൻസ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് അതാന്ന് പഠിച്ചു. വാക്യൂൾ എന്താണ്, പ്ലാസ്റ്റിഡ്സ് എന്താണ് നമ്മൾ പഠിച്ചു. ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽ സെല്ലും പഠിച്ചു. അപ്പൊ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.